പുണ്യനദിക്ക് ഭക്തജനങ്ങളുടെ ആത്മസമർപ്പണമായി പമ്പ ആരതി. ആറന്മുള സത്രക്കടവിൽ ഗീതാ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പമ്പ ആരതിയും നദി പൂജയും നടത്തിയത്. സന്യാസിവര്യന്മാരും ഭക്തരും ചേർന്ന് ഗംഗാ ആരതി മാതൃകയിലാണ് ദക്ഷിണ ഗംഗ പമ്പയ്ക്കും സമൂഹ ആരതി സമർപ്പിച്ചത്. തക്ഷാമയേ ത്വാമഹമപ്രമേയം പിലാസി ലോകസ്യ ചരാചരസ്യ. പുണ്യനദിക്ക് അഭിമുഖമായി ദീപങ്ങൾ, മന്ത്രധ്വനികൾ മാത്രം മുഴങ്ങിയ നിമിഷം. ഹരിദ്വാറിലും വാരണാസിയിലും ഗംഗാനദിക്ക് സമർപ്പിതമായ ചടങ്ങ്. അതേ മാതൃക ഗീതാ ജയന്തി നാളിൽ ദക്ഷിണഗംഗ പമ്പാ നദിക്കും സമർപ്പിതമായപ്പോൾ ആ പുണ്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച് ആത്മനിർവൃതി നേടി ഭക്തജനങ്ങളും. മുഖ്യപുരോഹിതൻ ഭവേഷ് ബാലു പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. സന്യാസി വര്യന്മാരുടെ സാന്നിധ്യം ചടങ്ങിനെ ധന്യമാക്കി. മുഖ്യപുരോഹിതൻ നദിക്ക് ആരതി ഒഴിഞ്ഞപ്പോൾ കയ്യിലേന്തിയ ദീപങ്ങളാൽ പുണ്യനദിക്ക് ആരതി സമർപ്പിച്ച് ഭക്തരും. സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യഃ മോക്ഷയിഷ്യാമി മാ ശുചഃ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഭക്തജനങ്ങൾ ഘോഷയാത്രയായിട്ടാണ് സത്രക്കടവിലേക്ക് എത്തിയത്. യോഗക്ഷേമ സഭ സംസ്ഥാന അധ്യക്ഷൻ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് ചടങ്ങിനോടനുബന്ധിച്ച യോഗം ഉദ്ഘാടനം ചെയ്തു. പമ്പാ നദി സംരക്ഷണ പ്രതിജ്ഞയും അദ്ദേഹം ചൊല്ലി നൽകി. നാൽക്കാലിക്കൽ വിദ്യാനന്ദാശ്രമ മഠാധിപതി കൃഷ്ണാനന്ദ പൂർണിമാമായി, ചിന്മയ മിഷൻ യുവകേന്ദ്രം കേരള ഘടകം മുഖ്യ സംയോജകൻ സ്വാമി സുധീർ ചൈതന്യ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവാറന്മുള ക്ഷേത്രം മാതൃസമിതി, പള്ളയോട് സേവാ സംഘം, ചെറുകോൽപ്പുഴ ഹിന്ദു മഹാപരിഷത്ത് തുടങ്ങി വിവിധ ആധ്യാത്മിക സാംസ്കാരിക സമിതികളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പമ്പ ആരതി സംഘടിപ്പിച്ചത്. ജനം, പത്തനംതിട്ട.